ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലം. സ്പൈഡർമാൻ, ഫാന്റാസ്റ്റിക് ഫോർ, ഐ ആം എ ലെജൻഡ്, ഗോഡ്സില്ല തുടങ്ങി അനേകം ഹോളിവുഡ് സിനിമകളിൽ ഈ പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 കിലോമീറ്റർ അടുത്ത് നീളവും 26 മീറ്റർ വീതിയും 84 മീറ്റർ ഉയരവുമുള്ള ഈ പാലം നിർമ്മിക്കപ്പെട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദുർബലമാണ് എന്ന് ആക്ഷേപമുയർന്നപ്പോൾ പാലത്തിന് ബലമുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു സർക്കസ് മാനേജർ തൻ്റെ കൂടാരത്തിലെ 21 ആനകളെയും ഒട്ടകങ്ങളെയും ഒരേ സമയം നടത്തി കരുത്ത് തെളിയിച്ച പാലമാണിത്. ലോകത്ത് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഇത്തരത്തിലുള്ള പല പാലങ്ങളും കാലക്രമേണ തകർന്നു വീണപ്പോഴും 1.5 നൂറ്റാണ്ടോളമായി ഒരു തകരാറുമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങളെ ദിനവും അക്കരെ ഇക്കരെ എത്തിക്കുന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനും പൂർത്തീകരണത്തിനും പിന്നിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ, അത്യപൂർവമായ ദാമ്പത്യ സ്നേഹത്തിൻ്റെ, സ്വപ്നങ്ങളുള്ളവന് മുന്നിൽ ഏത് പ്രതിസന്ധിയും, എന്തിന് മരണം പോലും മുട്ടുമടക്കും എന്ന് തെളിയിക്കപ്പെട്ടതിൻ്റെയുമൊക്കെ ആവേശജനകമായ കഥ. കോരിത്തരിപ്പിക്കുന്ന ഈ കഥ ആരംഭിക്കുന്നത് 1852-ലാണ്. ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ജോൺ റോബ്ലിംഗ് എന്ന എഞ്ചിനീയർ തൻ്റെ മകനുമൊത്ത് ബ്രൂക്ലിൻ നദിയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ, മൻഹാട്ടൻ എന്നീ 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ ഒരു പാലം ഇല്ലാത്തതിനാൽ ജനങ്ങൾ വളരെ യാത്രാക്ലേശം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2 നഗരങ്ങളെയും വേർതിരിക്കുന്ന നദിക്ക് കുറുകെ ഒരു പാലം തീർത്തുകൂടെ എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. ഓർക്കണം, മനുഷ്യൻ കൈവരിച്ച ഏതൊരു നേട്ടവും ആദ്യം ജന്മമെടുക്കുന്നത് ഒരാളുടെ മനസ്സിലായിരിക്കുമല്ലോ. ജോൺ തൻ്റെ ആശയം ചില സുഹൃത്തുക്കളുമായി പങ്കുവച്ചെങ്കിലും എല്ലാവരും അത് നടക്കാത്ത സ്വപ്നമായി ചിരിച്ചു തള്ളുകയാണുണ്ടായത്. കാരണം നല്ല ആഴമുള്ള ആ നദി 1.5 കിലോമീറ്ററിലധികം വീതിയിലാണ് ഒഴുകുന്നത്. ഇന്നുള്ളതുപോലെയുള്ള നിർമ്മാണ സംവിധാനങ്ങളോ യന്ത്രങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് അവിടെ ഒരു പാലം പണിയുക എന്നത് തീർത്തും അപ്രായോഗികമാണ് എന്നായിരുന്നു കേട്ടവരുടെയൊക്കെ അഭിപ്രായം. എന്നാൽ അദ്ദേഹം തൻ്റെ ആശയത്തിൽ ഉറച്ചുനിന്നു. നിരവധി തവണ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ നിർദ്ദേശം സമർപ്പിച്ചുവെങ്കിലും അപ്രായോഗികമാണ് എന്നായിരുന്നു മറുപടി. എന്നാൽ തോറ്റു പിന്മാറാൻ ജോൺ റോബ്ലിംഗ് തയ്യാറായിരുന്നില്ല. തൻ്റെ സ്വപ്ന പദ്ധതിയുമായി പല മേലധികാരികളുടെയും വാതിലുകൾ നിരന്തരം മുട്ടിക്കൊണ്ടിരുന്നു. 1867 ന്യൂയോർക്ക് സെനറ്റ് ജോണിന്റെ നിർദ്ദേശം സ്വീകരിച്ച് പാലം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തു. അദ്ദേഹത്തെ തന്നെ ചീഫ് എഞ്ചിനീയറായി നിയമിച്ചു. എന്നാൽ പാലത്തിന്റെ ഡിസൈനിങ് തുടങ്ങി 2 വർഷം പിന്നിട്ടപ്പോൾ നനച്ചിരിക്കാതെ അത് സംഭവിച്ചു. നിർമ്മാണത്തിനിടെ ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ച് കളയേണ്ടി വന്നു. അധികം താമസിയാതെ ടെറ്റനസ് ബാധിച്ച് ജോൺ റോബ്ലിംഗ് മരണപ്പെട്ടു. പാലം പണി ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ രംഗപ്രവേശം ചെയ്യുന്നത്. വാഷിംഗ്ടൺ റോബ്ലിംഗ്, ജോൺ റോബ്ലിംഗിന്റെ 32 വയസ്സുകാരനായ മകൻ. അവൻ തന്റെ പിതാവിന്റെ മുടങ്ങിപ്പോയ സ്വപ്ന പദ്ധതി ഏറ്റെടുത്തു. 1870 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. നിരവധി തവണ തീപിടുത്തമുണ്ടായി, നനച്ചിരിക്കാത്ത അപകടങ്ങളുണ്ടായി, പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വാഷിംഗ്ടൺ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് ഒരു രോഗം വന്ന് കിടപ്പിലായി. വെള്ളത്തിനടിയിലുള്ള അറയിൽ മണിക്കൂറുകൾ ഇറങ്ങി നിന്നാൽ ഉണ്ടാകുന്ന കായിസൺ ഡിസീസ് എന്ന ഒരു പ്രത്യേകതരം രോഗം നിർമ്മാണത്തിനിടെ അദ്ദേഹത്തെ ബാധിച്ചതാണ് കാരണം. ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ ആയി വാഷിംഗ്ടന്റെ ശിഷ്ട ജീവിതം. പാലം പണി വീണ്ടും മുടങ്ങി. നിർമ്മാണത്തിന്റെ ആശയങ്ങളും സാങ്കേതിക രഹസ്യങ്ങളും വാഷിംഗ്ടന്റെ മനസ്സിലാണുള്ളത്. മിണ്ടാൻ പോലുമാകാതെ തളർന്നു കിടക്കുന്ന അയാൾ ഇനി എന്തു ചെയ്യാനാണ്? നടക്കാത്ത സ്വപ്നത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ എങ്ങനെയിരിക്കും? വിമർശകർ പരിഹസിച്ചു. എന്നാൽ കുന്നിൻ പുറത്തുള്ള തന്റെ വസതിയിൽ രോഗിയായി കിടക്കുന്ന മുറിയുടെ ജനാലയിലൂടെ നോക്കിയാൽ പണി പൂർത്തിയാകാത്ത പാലം അദ്ദേഹത്തിന് കാണാമായിരുന്നു. അത് നോക്കി നെടുവീർപ്പെട്ട് കിടന്ന ഒരു നാൾ പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിൽ ഉദിച്ച അദ്ദേഹം ഭാര്യ എമിലിയെ അരികിൽ വിളിച്ചു.
ചലിപ്പിക്കാനാകുന്ന തൻ്റെ ഒരു വിരൽ കൊണ്ട് അവളുടെ കൈപ്പത്തിയിൽ തനിക്ക് പാലം പണി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് കുറിച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ട് നടന്നത് വർണ്ണനാതീതമായ വിസ്മയങ്ങളാണ്. വെറുമൊരു സാധാരണക്കാരിയായിരുന്ന എമിലി തൻ്റെ സ്ഥിരോത്സാഹം വഴി എഞ്ചിനീയറിംഗിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും കേബിൾ നിർമ്മാണത്തിൻ്റെയും ഒക്കെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തു. ജനാലയ്ക്കരികിൽ തൻ്റെ വീൽ ചെയറിലിരുന്ന് ബൈനോക്കുലറിലൂടെ നോക്കി വാഷിംഗ്ടൺ റോബ്ലിംഗ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. എമിലിക്ക് ഒരു വിരൽ കൊണ്ട് കൈത്തലത്തിൽ എഴുതിയും വരച്ചും നിർദ്ദേശങ്ങൾ കൊടുക്കും. അവൾ നിർമ്മാണ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരോട് പറഞ്ഞു കൊടുക്കും. തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജീവിതം സമ്പൂർണ്ണമായി അർപ്പിച്ച എമിലി കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ പാല നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ മുഴുവൻ പഠിച്ചെടുത്തു. അവൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സാങ്കേതിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. നീണ്ട 13 വർഷങ്ങളിലെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ 1883 ലോകമഹാത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബ്രൂക്ലിൻ പാലം യാഥാർത്ഥ്യമായി. അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വിജയസൂചകമായി ഒരു പൂവൻ കോഴിയെയും കയ്യിലേന്തി എമിലി റോബ്ലിംഗ് പാലത്തിലൂടെ ആദ്യമായി നടന്നു. പിന്നാലെ 100 കണക്കിന് മോട്ടോർ വാഹനങ്ങളും. ദൂരെ തന്റെ ജനാല അരികിലിരുന്ന് ബൈനോക്കുലറിലൂടെ ഈ രംഗം വീക്ഷിച്ച് ഒരാൾ ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നുണ്ടായിരുന്നു. തന്റെ പിതാവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കൺകുളിർക്ക കണ്ട വാഷിംഗ്ടൺ റോബ്ലിംഗ്. മോട്ടോർ വാഹനങ്ങൾക്ക് വേണ്ടി 6 ലൈൻ പാതയും കാൽനട യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേക നടപ്പാതയും ഒരു റെയിൽവേ കേബിൾ കാർ സർവീസും എല്ലാം ചേർത്തൊരുക്കി ഗോത്തിക് ശൈലിയിൽ മഴവില്ല് പോലെ നദിക്ക് കുറുകെ നിൽക്കുന്ന ബ്രൂക്ലിൻ പാലം ന്യൂയോർക്കിന്റെ അഭിമാന സ്തംഭമായി. മനുഷ്യന്റെ നിരന്തര പരിശ്രമത്തിന്റെയും ക്ഷമയുടെയും അറിവിന്റെയും മകുട ഉദാഹരണമാണ് ഈ പാലം. പാലം തുറന്നുകൊടുത്തുകൊണ്ട് ചടങ്ങിന് ആതിഥ്യം വഹിച്ച അക്കാലത്ത് തന്നെ അറിയപ്പെടുന്ന നേതാവും മനുഷ്യസ്നേഹിയുമായിരുന്ന അബ്രാഹം ഹെവിറ്റ് പറഞ്ഞു, 137 വർഷങ്ങളിലെ ചരിത്ര സംഭവങ്ങളുടെ നേർസാക്ഷിയായി ബ്രൂക്ലിൻ പാലം ഒരു കുലുക്കവുമില്ലാതെ ഇപ്പോഴും ന്യൂയോർക്കിന്റെ ഇരട്ട നഗരങ്ങളെ ബന്ധിപ്പിച്ച് പ്രതാപത്തോടെ നിലകൊള്ളുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും അസാധ്യമെന്ന് തള്ളിക്കളഞ്ഞാലും ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവുമുള്ള ഒരുവന്റെ സ്വപ്നങ്ങളെ തല്ലിക്കൊഴിക്കാൻ രോഗങ്ങൾക്കോ അപകടങ്ങൾക്കോ മരണത്തിനു പോലുമോ സാധിക്കുകയില്ല എന്ന് ഈ പാലം മനുഷ്യകുലത്തോട് നിരന്തരം വിളിച്ചോതുന്നു. പിതാവ് കണ്ട സ്വപ്നം തൻ്റെ ജീവനായി കണ്ട് ഏറ്റെടുത്ത മകനും ഭർത്താവിൻ്റെ നിസ്സഹായതയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അവസരത്തിന് തുയർന്ന് അപാരമായ ക്ഷമയോടെ തൻ്റെ സിദ്ധികൾ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവന്ന ഭാര്യയും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുറപ്പും നേട്ടങ്ങൾ കൈവരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരാൾക്കും എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, അസാധ്യം എന്നൊരു വാക്ക് നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാലോ?